ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നിഷ ഇജു ബേക്സിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചിക്കൻ പപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 350 ഗ്രാം ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനെ നമുക്കൊരു മസാലയിലൊന്ന് മാറിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും ആവശ്യത്തിനൊപ്പം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് നമുക്ക് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ ചിക്കനെ എല്ലാം നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ഒരു വശം വെന്ത് വന്ന് കഴിയുമ്പോൾ അതിനെ മറിച്ചിട്ട് കൊടുത്ത് മറുവശം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് വറുത്ത് പോരാം നമുക്ക്. ഈ പരുവം ഓക്കെയാണ്. ഞാനിപ്പോൾ വറുത്ത് പോരുകയാണ്. തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് 2 മീഡിയം സവോളയും ഒരു 3 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് മൂടി വെച്ച് ഈ മസാലയൊന്ന് നമുക്കിതിനെ വേവിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് വെന്ത് നന്നായിട്ട് വഴന്ന് ഇതൊന്ന് പച്ചമണം എല്ലാം മാറി വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്ക് ഈ ചിക്കനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചും കൂടെ വെച്ച് മാറ്റി വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയൊരു ടൊമാറ്റോയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിവിടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി എൻ്റെ പേസ്ട്രി റോൾ കൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. പപ്സ് പേസ്ട്രി കൊണ്ട് റെഡിമെയ്ഡ്. അപ്പോൾ ഇതിനെ ഒന്ന് മെഷർ ചെയ്ത് ഇങ്ങനെ മെഷർ ചെയ്ത് മുറിച്ച് മാറ്റി റെഡിയാക്കി വെക്കാം. ഏകദേശം ഒരു 6 പപ്സ് ഉണ്ടാക്കാനായിട്ടുള്ളതാണ് ഇത് റോൾ കൊണ്ട് കിട്ടുകയുള്ളൂ. ഇനി തണുത്ത ചിക്കനെ ഒന്ന് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ 3 വശവും നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഈ 6 എണ്ണവും ഇവിടെ റെഡിയാക്കി എടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇത് റെഡിയാവുന്ന സമയത്ത് ഞാൻ എൻ്റെ ഓവൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 180 ഡിഗ്രിയിൽ ഒരു 8 മിനിറ്റ്സ് ആയിട്ട് ഓൾറെഡി ഓവൻ ഓണായിട്ടിരിക്കുകയാണ്. ഇനി അതിന് ശേഷം അതിലേക്ക് കുറച്ച് എഗ്ഗ് ബീറ്റ് ചെയ്തും കൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ പപ്സിന് ഒരു ഗ്ലേസിങ്ങും ഒരു കളറൊക്കെ കൊടുക്കും. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. ഇതിവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റ്സ് എടുത്തു ഇതൊന്ന് ബേക്ക് ആവാനായിട്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല രുചിയുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചിക്കൻ പപ്സ് റെഡിയാക്കിയില്ലേ. ഈ റെസിപ്പി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ബൈ.